അങ്ങനെ ശബരിമലയിൽ ഊരാളുങ്കലിന് 55 ലക്ഷം രൂപ കൊടുത്തു. അതുകൂടെ കൊടുത്തു. കാരണം നമ്മുടെ സ്വന്തക്കാർക്കാകുമ്പോൾ പൈസ കൊടുക്കാൻ കുഴപ്പമില്ല. അല്ലാത്ത എത്രയോ കോൺട്രാക്ടർമാർ നമ്മുടെ നാട്ടിൽ ഓരോ പണി കോടികൾ കിട്ടാനുള്ള എത്രയോ കോൺട്രാക്ടർമാരുണ്ട്. അവർ പലരും വളരെ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിപ്പെട്ടിരിക്കുകയാണ്. അതൊന്നും കൊടുക്കില്ല. പിണറായി വിജയൻ്റെ ശനിദോഷവും അയ്യപ്പ കോപവും അകറ്റാൻ വേണ്ടി ഒരു പരിപാടി ശബരിമലയിൽ സംഘടിപ്പിക്കുന്നു, പമ്പയിൽ സംഘടിപ്പിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം എന്നൊരു പേര്. പുറമേ ഒരു അയ്യപ്പ സംഗമം, ഉള്ളിൽ നടന്നത് പിണറായി വിജയൻ്റെ ദൈവകോപം അകറ്റാനുള്ള പൂജകളും മറ്റു കാര്യങ്ങളും. അതുപോലെ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന് അടിവരയിട്ട് പറയുന്ന സ്വന്തം തോഴൻ വെള്ളാപ്പള്ളി നടേശൻ മെഗാഫോൺ പറയാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു മാമാങ്കം നടത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ ചെലവും സത്യത്തിൽ ഈ നാട്ടുകാർ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതിനെതിരെ വിജിലൻസ് അന്വേഷണമല്ല, CBI അന്വേഷണം തന്നെ വേണം. അല്ലേ? ഇവർ ഇത്തരത്തിൽ ചിലവാക്കിയതിന് കൈ കണക്കുണ്ട്. ഓരോ കാര്യത്തിന് എത്ര കോടി വെച്ചാണ് ചിലവാക്കിയിട്ടുള്ളത്. അതുപോലത്തെ ഒരു മാമാങ്കം ഇവിടെ കേരള സഭയും പല എന്താണ് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റും ഒക്കെ നടത്തുന്നതിൻ്റെ എത്രയോ ഇരട്ടി പൈസയാണ് ഈ അയ്യപ്പ സംഘത്തിന് ചിലവാക്കി. അതിനകത്ത് 4.99 കോടിയായിരുന്നു ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട്. ഇതിൻ്റെ ഒരു ഏജൻസി ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്, IIIC. അതെന്ന് പറയുന്നത് ഇവരുടെ ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയുടെ PR സ്ഥാപനമാണ്. അല്ല, പിന്നെ PR അല്ലല്ലോ, മറ്റേ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം. അതാണ് അവർക്ക് അതുകൊണ്ട് അതാണ്. അപ്പം അവർ പറയുന്നത് ഈ 4.99 കോടി എന്ന് വെച്ചാൽ 5 കോടി എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. അതെ. അതിൻ്റെ കൂടെ 10% അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഫീ, അങ്ങനെ കണ്ട് പറഞ്ഞൊരു സാധനം. അപ്പോൾ അത് എത്രയായി? 10% ആകുമ്പം എത്ര? 50 ലക്ഷം അല്ലേ? 50 ലക്ഷം പ്ലസ്. അപ്പോൾ അത് കൂടാതെ ഇവർ മൊത്തത്തിൽ കൊടുത്ത കണക്ക് 7 കോടി രൂപയുടെ 7 കോടി രൂപ 7,11 ലക്ഷം രൂപയുടെ കണക്കാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് കൊടുത്തത്. എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞ പോലെ നമ്മളവിടെ കണ്ടു, കുറച്ച് പേര് അവിടെ വന്നിരുന്നു, ഒരു വലിയ പന്തലുണ്ടാക്കി. ജർമ്മൻ പന്തൽ ഇല്ലേ, അങ്ങനെ എന്തോ ഏതാണ്ടൊരു പേരുണ്ട്, ജർമ്മൻ പന്തലാണോ അങ്ങനെ എന്തോ ഒരു പന്തൽ, ജർമ്മനോ നോർവേയോ ഏതാണ്ടൊരു പന്തൽ. ഈ പന്തൽ ഫുള്ളി AC. രാവിലെ 10,000 പേർക്കുള്ള ഭക്ഷണം, ഉച്ചയ്ക്ക് അല്ല രാവിലെ 4,000 പേർക്ക്, ഉച്ചയ്ക്ക് 10,000 പേർക്ക്, വൈകിട്ട് വീണ്ടും 3,000 ചായ, രാത്രി ഭക്ഷണം, പിന്നെ വലിയ സെലിബ്രിറ്റികളുടെ ഗാനമേള. ഇതെല്ലാം കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നതിനേക്കാൾ ഭേദം അവിടെ ഒരു വലിയ കാർണിവൽ മാത്രമല്ല ഇല്ലാത്ത ഗാനമേളയ്ക്ക് പൈസ അനുവദിച്ചു. അപ്പോൾ ധൂർത്തിൻ്റെ പര്യായം. ഇതിൻ്റെ പൈസ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡ് കൊടുക്കും. ദേവസ്വം ബോർഡാണ് ഈ പൈസ കൊടുക്കുന്നത്. അത് എവിടെ നിന്ന് ചോദിച്ചാൽ സ്പോൺസർമാരെന്ന് പറഞ്ഞാൽ അദാനിക്കാരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അദാനിക്കാർ ഇവന്മാരെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. പിന്നെ സ്വന്തം കേരള ബാങ്കും ഉണ്ടല്ലോ, കേരള ബാങ്കുണ്ട്. അതോടെ സ്പോൺസർഷിപ്പ് പക്ഷേ ഈ പറഞ്ഞ തുക കിട്ടിയിട്ടില്ല. അവിടെയാണ് കുടുങ്ങിയത്. പറഞ്ഞ തുക സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. അത് മാത്രമല്ല, ഇവർ കണക്കാക്കിയതിൽ 5 കോടി രൂപയ്ക്കകത്ത് നിൽക്കുമെന്ന് കണക്കാക്കിയതിന് 7 കോടി ആവശ്യപ്പെട്ടു. ഇനിയും ചില്ലി കാശ് കൊടുക്കുകയില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഇതുവരെ ഈ 55 ലക്ഷം കൂടെ കൊടുത്തോടെ കൂട്ടി 3.69 കോടി രൂപ. ദേവസ്വം ബോർഡ് തലപ്പത്ത് K. ജയകുമാറിനെ പോലെ ഭരണപരിചയമുള്ള ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ വന്നപ്പോൾ അദ്ദേഹം കാര്യം കൃത്യമായി പരിശോധിച്ച് കാണുമായിരിക്കും. എന്തായാലും നമ്മൾ ഇത് ഇന്നിപ്പോൾ 55 ലക്ഷം രൂപ അവിടെ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു. ഇടയ്ക്ക് ഇത് എല്ലാവരും വിസ്മൃതിയിലാണ്ട് പോയൊരു സാധനം. എന്താണ് സത്യത്തിൽ അവിടെ അന്ന് നടന്നത്? നടന്നതൊന്നുമില്ലല്ലോ. എന്ത് നടന്നത്? ആള് പങ്കെടുത്തില്ല. ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലാവില്ല. അതെല്ലാം വേസ്റ്റായി പോയി. ഇത്രയും പേർക്ക് അന്നദാനം നടത്താൻ പോയിട്ട് അന്നദാനം പോയി. പിന്നെ ഈ ശബരിമലയിലേക്ക് ഭക്തരായിട്ട് വന്നവരെയൊക്കെ കുമരകത്ത് കൊണ്ടുവന്ന് 5 സ്റ്റാർ ഹോട്ടലുകളിൽ മൂന്നാറിലും കുമരകത്തും ഒക്കെയാണ് ഇവർക്ക് റിസോർട്ട് ബുക്ക് ചെയ്തത്. ആരുടെ ചെലവിൽ? സർക്കാർ ചെലവിൽ. എവിടുന്ന് വന്നവർ ആർക്കും അറിയില്ല. ആരൊക്കെയാണ് വന്നത് അതും അറിയില്ല. അത് എല്ലാം അങ്ങ് പോട്ടെ. ഈ പറയുന്ന തലേന്ന് വന്ന് പിണറായി വിജയൻ്റെ വക പൂജയും ഹോമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ദേവസ്വം പൊതുമരാമത്ത് ഗസ്റ്റ് ഹൗസ് അന്ന് മൊത്തം കൈയിളക്കി അവിടുത്തെ ഉന്നത എഞ്ചിനീയർമാർ വരെ കാറെ കിടന്ന് ഉറങ്ങേണ്ടി വന്നു. അത് അന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയൊക്കെ റിപ്പോർട്ടുണ്ട്. അന്ന് നമ്മൾ അറിഞ്ഞ സംഭവം. ഇവരെല്ലാം എല്ലാവരെയും ഒഴിപ്പിച്ചു. അതായത് വലിയ വിപത്ത് വരുമ്പോൾ നമ്മൾ ഒഴിപ്പിക്കും. വലിയ ചുഴലി കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ തീരെ ഹോമം സംഗതി ചെയ്യുമ്പോൾ വലിയ കളവും ഇതൊക്കെ ഉണ്ടാക്കണ്ടേ, ഇതിൻ്റെ ഒരുപാട് സംഗതികളൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു, അങ്ങനെ ഒഴിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് എഡിറ്റർ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്ക് ആരോ അയച്ചു കൊടുത്ത ഒരു വീഡിയോ. അതായത് വലിയ ബാധ ഒഴിപ്പിക്കുമ്പോൾ ഈ ബാധ പോയി കഴിയുമ്പോൾ ഒന്ന് ഈ വീടിൻ്റെ മോന്തായ ഉമ്മറോ കഴുക്കോലോ എന്തെങ്കിലും ഒന്ന് തകർത്തിട്ടേ ഇത് പോകത്തുള്ളൂ. കാരണം ഈ ബാധയ്ക്ക് പിരിഞ്ഞ് നടത്തുന്ന സമയത്ത് ഈ ബാധ അത്ര കഠിനമായ ബാധയാണെങ്കിൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഈ പാമ്പ് കടി മരണങ്ങളും
ഈ അപകടങ്ങളും ഈ ചൂട് കൂടുതലും അല്ല ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ബാധ ഒഴിഞ്ഞു പോകുന്നതിന്റെ ഉള്ള ഒരു അതിനൊരു സൈഡ് എഫക്ട്. ഇപ്പൊ നമ്മുടെ പി വി തമ്പിയുടെ നോവലുണ്ട് കൃഷ്ണപ്പരുന്ത്. കൃഷ്ണപ്പരുന്തിന് അതൊക്കെ ഇതുപോലെ ഈ മാന്ത്രികൻ വന്നിട്ട് ഈ ബാധയെ ഒഴിപ്പിക്കുമ്പോൾ ബാധ പോയി. അപ്പൊ എരുത്തിൽ നിന്ന പശുക്കിടാവും ചത്തു, വീടിന്റെ ഉമ്മറവും മോന്തായും എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ വീഴും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറയുന്ന ഈ പുള്ളിയുടെ ശനിദോഷം ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അത് അന്ന് കൃത്യമായിട്ട് അന്ന് നമ്മൾ പിന്നെ മറുനാടിൽ തന്നെ ഈ വിഷയം കൃത്യമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അത് വന്നതാണ്. കാരണം അതിന് മുന്നോടിയായിട്ട് ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കറുത്ത കാറെ, ഗോശാല, എവിടെ ക്ലിഫ് ഹൗസ് ഗോശാല, പിന്നെ ക്ലിഫ് ഹൗസിന്റെ വാതിലുകൾ മാറ്റി വെക്കുന്നു, അങ്ങോട്ട് അന്നദാനം. അപ്പം എന്താണ് സംഭവം? അയ്യപ്പ കോപം കാരണം പിണറായിയുടെ മേളിൽ ശാപം, കോപം എല്ലാം കൂടെ കൂടി നിൽക്കുകയാണ്. എന്താണ് പ്രതിവിധി? ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ ഈ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു യാഗം നടത്തുന്നു. ഈ യാഗത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഈ ഭക്ഷണത്തിലൂടെ, അതായത് ഇയാൾ തന്നെ കളിയാക്കിയ തന്ത്രിയാണ് വന്ന് ഇങ്ങേർക്ക് വേണ്ടി ഹോമം നടത്തിയത്. അപ്പൊ എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ഈ ഭക്ഷണം എല്ലാവർക്കും കൂടെ കൊടുക്കുന്നു. ഇവരിലൂടെ ഇദ്ദേഹത്തിന്റെ പാപം പകുത്ത്, ഇദ്ദേഹത്തിന്റെ പാപം ഇല്ലാതെ, പക്ഷെ ആൾക്കാർ വന്നില്ല. ഇയാളുടെ പാപം ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് പിണറായി വിജയന്റെ പാപം തീർക്കാൻ നാട്ടുകാരുടെ പണം എടുത്ത് പുട്ടടിച്ചു. അതുകൊണ്ട് ഭക്ഷണമൊക്കെ വെറുതെ കൊണ്ട് കളയായിരുന്നു. വെട്ടി കുഴിച്ചുകൂടെ അവിടെ അതിലെ വന്ന തീർത്ഥാടകർ കഴിച്ചിട്ട് പോലും, അന്ന് ഈ നട തുറന്നിരിക്കുന്ന സമയമാണ്, തീർത്ഥാടകർ കഴിച്ചിട്ട് പോലും മാസപൂജയ്ക്ക് നട തുറന്നിരിക്കുന്ന സമയത്താണ്. തീർത്ഥാടകർ അന്ന് തീർത്ഥാടകർ മുഴുവൻ കഴിച്ചു. എന്നിട്ടും ഇത് ഇല്ലാതെ അന്നത്തെ ഏറ്റവും വലിയൊരു വിവാദം ഓർക്കുന്നുണ്ടോ? ആകെ 4, 3, 7 പേര് അങ്ങും ഇങ്ങും ഇപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെ ആളില്ല. അപ്പം എന്താണ് ഇത് കൃത്യമായിട്ട് ലൈവായിട്ട് ഇതിലൂടെ വന്നു. അപ്പോൾ പിണറായിൻ്റെ പരിപാടിക്ക് ആളില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് എന്തൊരു ബഹളമായിരുന്നു. നിങ്ങൾ കാണടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്ത്, എന്നിട്ട് ഈ പകുതിക്ക് ആളിരിക്കുന്ന വെച്ച് ഇവർ ഈ ഫോട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഇതെടുത്ത് കാണിക്കുകയാണ്. നിറഞ്ഞ സദസ്സാണ്. അതേസമയം നമ്മളെ മാധ്യമപ്രവർത്തകർ മൂളയില്ലാത്തവന്മാരല്ല. അവന്മാരെന്ത് ചെയ്തു? അവന്മാർ ഈ സദസ്സിന്റെ ബാക്കിൽ നിന്ന് എടുത്തപ്പോഴാണ് അറിയുന്നത് നിരന്ന് കിടക്കുന്ന കസേരയിൽ ഏറ്റവും മുന്നിലായി കുറച്ചു പേര് ഇരിപ്പുണ്ട്. അതും പിണറായി വിജയൻ ഇറങ്ങിപ്പോയ പറയാ അതും തീർന്നു. അല്ല, അത് ഇവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കേരളത്തിലുള്ള ഒരു ആൾ മുഴുവൻ മണ്ടന്മാരാണ്. അങ്ങനെ ഒരു ആരെയും ഒരു പരിധിവരെ മണ്ടന്മാരാക്കാന്ന് പറയാം. അത് കഴിഞ്ഞാൽ ആൾ സത്യം മനസ്സിലാവും. അതിന് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഇത് എന്ത് പറ്റിയെന്നറിയോ? ഇത് ശബരിമലയും പമ്പയൊക്കെ ആയിപ്പോയി. അല്ലെ ഇവർ കുടുംബശ്രീ പെണ്ണുങ്ങളെ ഇറക്കിയത്. അത് ശരിയാണ്. കുടുംബശ്രീയിൽ അംഗങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ സാധാരണ ഇത്തരം പരിപാടികൾക്ക് നിയോഗിക്കപ്പെടുന്നത് കുടുംബശ്രീക്കാരാണ്. അപ്പൊ നിങ്ങൾ പിന്നെ കുടുംബശ്രീക്കാരോട് ഓരോ മേറ്റുമാര് വിളിച്ചിട്ട് നിന്റെ ഇന്നത്തെ സാലറി കട്ട് ചെയ്യുമെന്ന് പറയുമല്ലോ. സെയിം പരിപാടിയാണ് അവിടെ നടന്നത്. പക്ഷെ അവിടെ കുടുംബശ്രീക്കാരെ ഇറക്കാൻ പറ്റിയില്ല. കുടുംബശ്രീക്കാരായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് ഇറക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ആള് കുറഞ്ഞു പോയി. മാത്രമല്ല ഈ കുഴിച്ചു മൂടിയ ഭക്ഷണത്തിൻ്റെയും ഈ വിദേശത്തു നിന്ന് വന്ന ആൾക്കാർ പിന്നെ കുമരകത്തും മൂന്നാറിലും പോയി അവരടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തതിൻ്റെയും എല്ലാം കാശ് നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കണം. ഇനിയിപ്പം അവരിപ്പോൾ കോടതിയെ സമീപിക്കും. അവർ നിയമ നടപടി സ്വീകരിക്കുന്ന ആരാ? ഈ IIC അതിന് പറയുന്നത്. അപ്പോൾ അതും എല്ലാം നമ്മുടെ ആളാണ്. എന്താ ഒരാളും സ്വന്തക്കാരാണല്ലോ ആളാണ്. അപ്പോൾ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ ഈ ഒരു വലിയ ധൂർത്ത്. അല്ല, ഇനി വേറൊന്നുണ്ട്. അടുത്ത് UDF സർക്കാരാണ് വരുന്നതെങ്കിൽ ഈ ബാധ്യത അവരുടെ തലയിലിരിക്കും. അവരുടെ തലേന്ന് ദേവസ്വം ബോർഡിന്റെ ഖജനാവിലുള്ള പൈസ മുഴുവൻ പോകും. ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. ഇതിന് സ്പോൺസർമാരെ കണ്ടെത്താൻ ഇവരാദ്യം ശരിക്കും അദാനിയെയാണ് മുഖ്യ സ്പോൺസറായിട്ട് കണ്ടെത്തി. എനിക്കൊന്ന് അദാനി 3 കോടി രൂപ കണ്ടു കൊടുത്തു. അദാനി പിന്നെ കേരള ബാങ്ക് അവരുടെ വകയാണല്ലോ. അദാനി ഇത്രയും കാശ് പിന്നെ BJP സർക്കാരിന് പോലും കൊടുത്തു. എല്ലാവരും പറയുന്നത് BJPയുടെ സ്വന്തം ആളാണ് അദാനി. നരേന്ദ്രമോദി അദാനിയും തമ്മിൽ അവിശുദ്ധ ബന്ധമാണ്. സത്യത്തിൽ പിണറായി വിജയനും അദാനിയും തമ്മിലുള്ള ബന്ധത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഗംഭീര സംഭവം തന്നെ. എന്തായാലും ഇത് വളരെ വളരെ വിചിത്രമാണ്. നമ്മൾ കേരള ജനതയെ നമ്മൾ നീതിപ്പണം എടുത്താണ് ഇവരെല്ലാം ചെയ്യുന്നത്. സത്യത്തിൽ ഈ കഴിഞ്ഞ പിണറായി സർക്കാർ എന്തൊക്കെയാണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടി. നമ്മൾ ഇങ്ങനെ ഈ ആഗോള അയ്യപ്പ സംഘം തൊട്ട് പിന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ധൂർത്തുകളാണ് ഇവിടെ. ലോക കേരള സഭ വേറെ ഇങ്ങനെയൊക്കെ ഇതേ മോഡൽ കുറേ സാധനങ്ങൾ ഇവരുണ്ടാക്കി ഇല്ലേ? അതെ. എല്ലാം പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ നികുതി പണം എടുത്ത് ദേവസ്വം ബോർഡിൽ
ഈ പാവപ്പെട്ട ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാം വരുന്ന പാവപ്പെട്ട ജനങ്ങൾ, ഭക്തജനങ്ങൾ, അയ്യപ്പൻ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് കരുതി വാരി ഭണ്ഡാരത്തിൽ ഇട്ട് കൊടുക്കുന്ന പൈസയാണ് ഇവരെടുത്ത് അടിച്ചോണ്ട് അടിക്കും.